അപ്പോൾ ഇന്ന് നമ്മുടെ വില്ലേജ് എല്ലറിൽ പ്രസന്റ് ചെയ്യാൻ പോണത് മഹേശ്വരി സിൽക്ക് സാരീസ് ആണ്. മഹേശ്വരി സിൽക്ക് സാരീസ് ഒരു തവണ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. അത് വെറും ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷന്റെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇന്ന് കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. ഞാനിവിടെ വെയർ ചെയ്തിട്ടുള്ളത് മഹേശ്വരി സിൽക്ക് സാരി ആണ്. ഈ മഹേശ്വരി സിൽക്കിൽ ഗോൾഡൻ ബോർഡറിൽ വരുന്ന ഒരു സാരിയാണ് ഞാൻ ഇന്ന് വെയർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പല്ലു ഇങ്ങനെയാണ്. ഇതിന്റെ പല്ലു വന്നിട്ടുള്ളത് വൈറ്റിൽ നല്ല ഭംഗിയിലാണ് പല്ലു ചെയ്തിട്ടുള്ളത്. ഇത് നല്ലൊരു പാസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഈ ഉടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് അല്ല ഇത്, ഞാൻ കോട്ടൺ ബ്ലൗസ് പീസ് നമ്മുടെ വില്ലേജിൽ അല്ലറ തന്നെയുള്ള കോട്ടൺ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതാണ് ഞാൻ ഈ സാരിക്ക് സ്യൂട്ടായിട്ടുള്ള രീതിയിൽ എടുത്തത്. അപ്പോൾ കറക്റ്റ് സ്യൂട്ടൊന്നും ആവില്ല, എന്നാലും ഞാൻ ജസ്റ്റ് അതിന് മാച്ച് ആയിട്ടുള്ളത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാമല്ലോ വെച്ചിട്ട് വെയർ ചെയ്തതാണ്. വില്ലേജ് അല്ലറിൽ നമ്മുടെ കോട്ടൺ ബ്ലൗസസ് അവൈലബിൾ ആണ്, സൈസ് ചാർട്ട് ഒക്കെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഹേശ്വരി സിൽക്ക് സാരീസ് കാണാം. ആദ്യം ഞാൻ കാണിക്കാൻ പോണ മഹേശ്വരി സിൽക്ക്. ഞാൻ ഈ ഉടുത്തിരിക്കുന്നതിന്റെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ. ഇതിന്റെ തന്നെ ചന്തേരി സിൽക്ക് സാരീസും ഇപ്പൊ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡൽ സാരിയാണ് ഈ വൈറ്റ് പ്രിന്റ്സ് വരുന്നത്. മഹേശ്വരി സിൽക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ളത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്യുവർ മഹേശ്വരി സിൽക്ക് ആണ്. ഗോൾഡൻ ത്രെഡിന്റെ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ നെയ്തെടുത്തിട്ടുള്ള ഗോൾഡൻ നൂലുകളാണ് കേട്ടോ ഇതിലുള്ളത്. പിന്നെ ഇനി ഇതിന്റെ പല്ലു കാണിച്ചു തരാം ഞാൻ. ഈ ഒരു സാരിയുടെ പല്ല് വരുന്നത് ഇങ്ങനെയാണ്. പല്ല് വന്നിട്ടുള്ളത് ബോഡിയിലെ പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്രിന്റിലാണ് ബോഡിയിലെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ബ്ലൗസ് പീസ് പ്ലെയിനിലാണ് വന്നിട്ടുള്ളത്. പ്ലെയിനിൽ ഈ ഗോൾഡൻ എടുത്ത് കാണിച്ചിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സാരിയൊക്കെ ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു സിൽക്ക് സാരിയാണ്. നമ്മൾ നോർമലി തിളങ്ങുന്ന സിൽക്ക് അല്ല, ഇത് പ്യുവർ മഹേശ്വരി സിൽക്ക് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് ബനാറസിന് ഇറക്കുമതി ചെയ്യുന്ന മെറ്റീരിയലിലാണ് ഈ കാണുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് എല്ലാം ചെയ്തെടുക്കുന്നത്. അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഓരോ സാരിയിലും പ്രിന്റ് ചെയ്തെടുക്കുന്നത്. അടുത്തത് ഞാനിവിടെ കാണിക്കാൻ പോണത് ഈ ഒരു ഷെയ്ഡിലാണ്. ഒരു ഗ്രേ പാറ്റേണിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. ഓൾ ഓവർ ബോഡി വൈറ്റ് പ്രിന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സാരിയുടെ ബോഡി വരുന്നത് ഈ ഒരു പ്രിന്റിലാണ്. ഇതിന്റെ പല്ലു ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പല്ലു വൈറ്റ് പ്രിന്റ്സിലാണ് പല്ലു ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെയും നമ്മുടെ ഈ പല്ലുവിലും ഗോൾഡന്റെ ഇത് നമുക്ക് കാണാം കേട്ടോ. ചന്തേരിയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡന്റെ ബോർഡർ ആണ് വന്നിട്ടുള്ളത് വെച്ചാൽ ഇതിലിങ്ങനെ നെയ്തെടുത്തിട്ട് നല്ല കുറച്ച് വീതി കൂടിയ ബോർഡർ ആണ് മഹേശ്വരിയിൽ വരിക. ഇതാണ് ബ്ലൗസ് പീസ്, പ്ലെയിനിലാണ് വന്നിട്ടുള്ളത്. ഇനി അതിന്റെ തന്നെ വേറൊരു ഷെയ്ഡിൽ വരുന്ന സാരിയാണ് ഈ ഒരു മഹേശ്വരി സിൽക്ക് സാരി. ഇതിന്റെ പല്ലു ഇങ്ങനെയാണ്. ഇതിന്റെ പല്ലു വന്നിട്ടുള്ളത് ഈ ഒരു സാരിയുടെ. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിനിലാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത്. ഒരു വയലറ്റിൽ വരുന്ന മഹേശ്വരി സിൽക്ക് സാരിയാണ് വരുന്നത്. ചന്തേരി തന്നെ വയലറ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മഹേശ്വരി സിൽക്കിൽ വയലറ്റിൽ വൈറ്റ് പ്രിന്റ്സ് വരുന്ന സാരീസ് ആണ് ഇവിടെ ഉള്ളത്. ഇതില് ഈ ഒരു ഗോൾഡൻ എത്രത്തോളം ഈ സാരീനെ മനോഹരാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. അത്രയും നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഈ ഓരോ ത്രെഡും ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു സാരിയുടെ പല്ല് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു സാരിയുടെ പല്ല് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം. പ്ലെയിനിൽ നല്ല പ്ലെയിൻ ബ്ലൗസ് പീസ്, നല്ല വീനക്കൊക്കെ ആയിട്ട് ഈ സാരി ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഏതൊരു വെഡ്ഡിങ് വെയർ ആയിട്ടോ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉടുത്തു പോകാൻ പറ്റുന്നതാണിത്. ആ ഒരു പാറ്റേണിൽ തന്നെ വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ്, ലൈറ്റ് പിങ്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷന് പറ്റിയിട്ടുള്ള സാരിയാണിത്. വൈറ്റ് പ്രിന്റ്സ് വരുന്നത്. ആൻഡ് ഇതിന്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ബേബി പിങ്കിലാണ് ഇതിന്റെ പല്ല് വന്നിട്ടുള്ളത്. ബേബി പിങ്ക് ഷെയ്ഡ് തന്നെയാണ്, കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിനിലാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ വരുന്നത് ഒരു നല്ല അടിപൊളി സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. നല്ലൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ആണ്. നല്ലൊരു ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ. കണ്ണിന് നല്ല രസമുണ്ട് കാണാൻ. കുത്തുന്ന കളറല്ല, അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് ഷെയ്ഡ് പാസ്റ്റൽ ഷെയ്ഡ്സിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ബ്ലൗസ് പീസ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ പല്ലു ആണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബ്ലൗസ് പീസ് പ്ലെയിനിലാണ് കേട്ടോ. ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ് ഈ കാണുന്ന ഒരു സാരി. ഈ ഒരു സാരി നല്ലൊരു ഷെയ്ഡാണ്. ആ ബ്ലൂ കണ്ടില്ലേ, അതിന്റെ ഒരു വേറെ കൈൻഡ് ഓഫ് ബ്ലൂ ആണ് കേട്ടോ ഈ ഒരു സാരി. പിന്നെ ഇതിന്റെ പല്ലു ഇങ്ങനെയാണ്.
അപ്പൊ നമ്മുടെ എപ്പോഴും ആൾക്കാർ പറയാറുണ്ട് ഒരു 4-5 സാരി ഇങ്ങനെ ഓടിച്ചു വിട്ടാൽ നമ്മൾ എങ്ങനെയായിരുന്നു സെലക്ട് ചെയ്യാന്നൊക്കെ ഒരുപാട് സജഷൻസ് എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ പരാതികളായിട്ടുള്ള സജഷൻസ്. അപ്പൊ ആ സജഷൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് സാരിയുടെ പല്ലു കാണിക്കാം, ബ്ലൗസ് പീസ് കാണിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചത്. എനിക്ക് മനസ്സിലായി ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫുള്ള് കാണാതെ നമുക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് മനസ്സിലാക്കിയിട്ട് ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു പ്ലെയിനിലാണ് ഇതിന്റെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഈ ഗോൾഡൻ അടിപൊളിയായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡൊക്കെ നല്ല അതിമനോഹരമായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഒരു വെഡിങ് ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നമ്മൾ നല്ലൊരു പേള് മാലയുടെ കൂടെയൊക്കെ ഇടുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും.